മുഹമ്മദ് നബി തന്റെ സാമ്പത്തിക പുരോഗതിക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടിയാണ് പ്രവാചകത്വം വാദിച്ചതെന്ന് നിഷ്കളങ്കമായി തെറ്റിദ്ധരിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് എനിക്ക് സ്നേഹപൂർവ്വം പറയാനുള്ള 4 കാര്യങ്ങൾ. 1. ഹിജ്റ 8-ാം വർഷമായപ്പോഴേക്കും അറേബ്യൻ ഉപഭൂഖണ്ഡവും കടന്ന് ഏത് തരത്തിലും പ്രവാചകനെ സഹായിക്കാൻ ഉതകുന്ന രീതിയിൽ ലക്ഷക്കണക്കിന് അനുയായികൾ പ്രവാചകനുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും തന്റെ ദാരിദ്ര്യം നിറഞ്ഞ വീട്ടിൽ ഓലപ്പായയിൽ കിടന്ന് ശരീരത്തിൽ പാടുകൾ കണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, നബിയെ, കിസ്ര കൈസർ രാജാക്കന്മാരെ പോലെ കൊട്ടാരവും പട്ടുമെത്തയിലും താങ്കൾക്ക് ഉറങ്ങിക്കൂടെ എന്ന്. അപ്പൊ പ്രവാചകൻ അവർക്ക് മറുപടി നൽകിയത്, അവർക്ക് ഇഹലോകവും എനിക്ക് പരലോകവും മതിയെന്നാണ്. പ്രവാചകന്റെ പുത്രി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കൊടും ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലുമായ സമയത്ത് പ്രവാചകന്റെ അടുക്കൽ നിന്ന് പൊതുഖജനാവിൽ നിന്ന് സഹായം ആവശ്യപ്പെട്ടപ്പോഴും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മറുപടി നൽകിയത്, മകളെ, നമുക്ക് നാളെ അള്ളാഹുവിങ്കൽ സ്വർഗമുണ്ട്, ക്ഷമിക്കുമെന്നാണ്. 3. ഒരിക്കൽ പ്രവാചകാനുയായികളിൽ അതീവ സമ്പന്നനായ ഒരാൾ മദീനയിലെ ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന ബൈറുഹ എന്ന തോട്ടം പ്രവാചകന് സ്വതക്കയായി നൽകാമെന്ന് പറഞ്ഞ് റസൂലിന്റെ സന്നിധിയിൽ വരുന്നുണ്ട്. നബി അദ്ദേഹത്തിന് മറുപടി നൽകിയത്, നീ അത് നിന്റെ അടുത്ത കുടുംബക്കാർക്ക് സ്വതക്കയായി ദാനം ചെയ്യൂ എന്നാണ്. 4. പ്രവാചകന് വേണമായിരുന്നെങ്കിൽ മദീനയിലെ ധനികരായ ആളുകളിൽ നിന്ന് സക്കാത്ത് ശേഖരിക്കാമായിരുന്നു. പക്ഷേ നബി തനിക്കും തന്റെ കുടുംബത്തിനും സക്കാത്ത് വാങ്ങൽ ഹറാമാക്കുകയും ചെയ്തു.